പക്ഷേ ഈ പറയുന്ന ഈ സർക്കാരിന് നിർമ്മിച്ച, ഈ സർക്കാരിന് ഉൽപ്പാദിപ്പിച്ച KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് അല്ലെങ്കിൽ KPCCയുടെ ജനറൽ സെക്രട്ടറിക്ക് അവരുടെ ഗ്രീവൻസസ്, അവരുടെ ബോധ്യങ്ങൾ അവതരിപ്പിക്കാൻ അവർ ആവശ്യപ്പെടുമ്പോൾ ആ അവസരം ലഭിക്കണമെന്നുള്ള. നമസ്കാരം. പിണ്ണാക്ക് കിട്ടാത്തതിന് ചക്കിനിട്ട് ഇടിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ഇതേ പരിപാടിയാണിപ്പോൾ KC വേണുഗോപാലിൻ്റെ ഏറാൻ മൂളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനവികാരം പിണറായി സർക്കാരിനെതിരെ മാത്രമല്ല, ഫലം പുറത്തു വന്നതിന് ശേഷം വേണുഗോപാലിനെതിരെയും തിരിഞ്ഞതോടെ അണിയറയിലേക്ക് തൽക്കാലം മടങ്ങിയ വേണുഗോപാൽ ഊത്തു നിർത്തുന്ന ലക്ഷണമല്ല കാണുന്നത്. കുട്ടിക്കുരങ്ങുകളെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്ന തന്ത്രമാണ് പുള്ളി ഇപ്പോൾ പയറ്റുന്നത് എന്ന് സംശയിക്കേണ്ടി വരും. VD സതീശൻ മുഖ്യമന്ത്രിയാകാതിരിക്കാൻ നവമാധ്യമങ്ങളിലൂടെ വലിയ അമർഷം രേഖപ്പെടുത്തിയവരാണ് ഇപ്പോഴും കോൺഗ്രസിൽ പ്രതിഷേധം ഉയർത്തുന്നത്. ഇത് കാണുമ്പോഴാണ് ഈ സംശയം ബലപ്പെടുന്നത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാതെ വന്നതോടെ വലിയ മോഹഭംഗങ്ങൾ നേരിട്ടവരാണ് അത്തരക്കാർ. ഇത് ചിലർക്ക് സീറ്റ് കിട്ടാത്തതും പരിഭവത്തിനിടയായി. ഇതിൽ പ്രമുഖനായ ഒരുത്തനാണ് VR അനൂപ്. ഇദ്ദേഹം വെറുതെ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. സ്വന്തം പാർട്ടിയിലെ മുഖ്യമന്ത്രിക്കെതിരെ ഈ മഹാൻ കൊടുത്ത ഈ പ്രസ്താവന ഒന്ന് കേൾക്കൂ. ഒരു സ്ഥാനത്തെത്തി എന്ന് വിചാരിച്ച് ഒരു പല്ലി അതിൻ്റെ വാല് മുറിച്ച് കളയുന്ന പോലെ ആ ഭൂതകാലം ഉപേക്ഷിച്ച് മുറിച്ച് കളയാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും കഴിയില്ല, ഞങ്ങളെ പോലുള്ള ആളുകൾക്കും കഴിയില്ല. ഈ സർക്കാരിനെ ഉൽപ്പാദിപ്പിച്ചതും സൃഷ്ടിച്ചതും KSU ആണ് പോലും. ഇതെന്തോന്നാണ് ഈ പറയുന്നത്? മൂത്ത കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും താഴെയുള്ള ഘടകമാണ് KSU. അവരാണത്ര ഈ സർക്കാരിനെ സൃഷ്ടിച്ചത്. കൊച്ചുമക്കൾ അപ്പൂപ്പനെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് പോലെ ആയിപ്പോയല്ലോ അനൂപ് ഇത്. ഇവിടെയാണ് മൂന്നാം പക്കം എന്ന സിനിമയിലെ ജഗതി പറയുന്ന ഫലിതം രസകരമായി തോന്നുന്നത്. ഒരു മദ്യപാന കമ്പനിയിൽ ഇരിക്കുമ്പോൾ സോമന് ചില സംശയങ്ങൾ. ഈ കൊച്ചുമകനെന്ന് പറയുമ്പോൾ കാർന്നോരുടെ നേരായ വഴിക്കുള്ള കൊച്ചുമകനോ? അപ്പോൾ ജഗതിയുടെ കവല എന്ന കഥാപാത്രം പറയും, എന്തൊരു മണ്ടത്തരമാണ് നിങ്ങൾ ചോദിക്കുന്നത്. വളഞ്ഞ വഴിക്ക് മക്കളുണ്ടാകും, പക്ഷേ കൊച്ചുമക്കളുണ്ടാകുമോ? പറ, കൊച്ചുമക്കളുണ്ടാകുമോ? ഇത് കേട്ട് തിലകൻ്റെ കാർന്നോര് പൊട്ടിച്ചിരിക്കും. ഈ ചിരിയാണ് ഇവിടെയും സംഭവിക്കുന്നത്. KSU ഉണ്ടാക്കിയതാണത്ര ഈ ഭരണം. അവരാണത്ര ഈ ഭരണത്തെ ഉൽപ്പാദിപ്പിച്ചത്. നിങ്ങളാണ് ഈ ഭരണത്തെ ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ മുഖ്യമന്ത്രിയാകുന്നതും KSU നേതാവാകട്ടെ. CPMൻ്റെ അന്തംകമ്മികളെക്കാൾ അധപ്പതിച്ച ഒരു നേതാവാണ് ഈ അനൂപ്. അഥവാ ഒരു അന്തംകമ്മിയാകാനുള്ള യോഗ്യത പോലും ഇയാൾക്കില്ല. പാർട്ടിയിൽ എത്ര കുഴപ്പങ്ങളും തെറ്റുകളും ഉണ്ടെങ്കിലും CPMകാർ അവരുടെ നേതാക്കന്മാരെയും നയങ്ങളെയും തിരുത്തി പറയാറില്ല. ജനാധിപത്യം പൂത്തു നിൽക്കുന്ന കോൺഗ്രസിൽ ഭയങ്കര അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ മിക്കപ്പോഴും മണ്ണടിഞ്ഞ് കിടക്കേണ്ടി വരുന്നത്. താൻ KC വേണുഗോപാലിൻ്റെ ആളാണ് എന്ന് അഭിമാനപൂർവ്വം സമ്മതിച്ചുകൊണ്ടാണ് ഇദ്ദേഹം വാല് മുറിച്ച പല്ലിയുടെ ഉദാഹരണവുമായി സതീശനെതിരെ ആഞ്ഞടിക്കുന്നത്. മരക്കൊള്ളക്കേസിൽ പ്രതിയായ മുതലാളി നടത്തുന്ന പോക്സോ കേസുകാരൻ പ്രതിയായിട്ടുള്ള കള്ളത്തടി ചാനലുകാരനോടാണ് ഇവന്മാരൊക്കെ ഈ അഭിപ്രായം പറയാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും രസം. പാർട്ടിയിലോ മുതിർന്ന നേതാക്കന്മാരോടോ പറയുന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്കിൽ കയറി ഒരു കുമിറ്റങ്ങ് കുമിറ്റും. എന്നിട്ട് ചാനലുകളിലെല്ലാം വന്ന് പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും അഭിപ്രായങ്ങൾ പറയും. അതിനുശേഷം മുഖ്യമന്ത്രിയെ ഒന്ന് കാണണമെന്ന് ആവശ്യമുന്നയിക്കും. പോയി പണി നോക്കാൻ പറഞ്ഞു സതീശൻ. അല്ലെങ്കിൽ തന്നെ പുറത്തിങ്ങനെ വിമർശിച്ചിട്ട് തന്നെ കണ്ട് നിവേദനം തരാൻ വന്നാൽ ആരെങ്കിലും സമ്മതിക്കുമോ? പിണറായി സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഏതെങ്കിലും SFIക്കാരനോ DYFIക്കാരനോ ആ പരിസരത്തിൽ പോകാൻ പിന്നെ പറ്റുമോ? അവൻ പിന്നെ പാർട്ടിയിലുണ്ടാകുമോ? പാർട്ടിക്ക് വേണ്ടി വക്താവ് ചമഞ്ഞ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുമോ? മൂക്കുന്നതിന് മുമ്പ് പഴുത്തതാണെന്ന് തെറ്റിദ്ധരിക്കാവുന്ന ഒരു KSU നേതാവുണ്ട്, അലോഷ്യസ് സേവ്യർ. ഇദ്ദേഹം ഒരാഴ്ച മുമ്പേ ഗവൺമെൻറ് പ്ലീഡർ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർക്ക് അതിനെപ്പറ്റി ചോദിക്കേണ്ടി വന്നതും അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വന്നതും. ഇങ്ങനെ അനാവശ്യമായി പോസ്റ്റ് ഇട്ടതിൻ്റെ ഒരു മുൻചുണ്ടി സതീശൻ്റെ മുഖത്തുണ്ടായിരുന്നു. എല്ലാം കുഴഞ്ഞു പരുവമായപ്പോൾ പറയുകയാണ്, ഞങ്ങൾക്കൊന്ന് കാണണമെന്ന്. അനൂപ് ചോദിക്കുന്നത്, ഹിന്ദു ഐക്യവേദിക്കാരൊക്കെ വന്ന് കണ്ടില്ലേ, അവരെപ്പോലെ ഉള്ളവർക്ക് കാണാമെങ്കിൽ പിന്നെ ഞങ്ങൾക്കെന്താണെന്നാണ്. സത്യമാണ്. പക്ഷേ അവർ ഗവൺമെൻറ്റിനെ വിമർശിക്കാനല്ല വന്നത്, അവർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാൻ ചെന്നതാണ്. അങ്ങനെ ഏത് ശത്രുവിനും ചെല്ലാം. അവർക്ക് പറയാനുള്ളതെല്ലാം പുറത്തു പറഞ്ഞിട്ടല്ല അവർ കാണാൻ ചെല്ലുന്നത്. എന്നാൽ KSUക്കാരും വേണുഗോപാലിൻ്റെ പെട്ടിതൂങ്ങികളുമായ ഈ ലൊട്ടിലൊടുക്ക നേതാക്കൾ അഹങ്കാര ബുദ്ധിയോടെയാണ് പ്രവർത്തിക്കുന്നത്. പാർട്ടി തെരഞ്ഞെടുത്ത സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ ഒരു അഭിനന്ദന പോസ്റ്റെങ്കിലും ഈ VR അനൂപ് എന്ന മഹാൻ ഇട്ടതായി എവിടെയെങ്കിലും കണ്ടോ? ഇദ്ദേഹം KPCCയുടെ വക്താവാണ്.
ഇദ്ദേഹത്തെ സ്വയം പരിചയപ്പെടുത്തുന്നത് സ്റ്റേറ്റിസ്റ്റ് അനാർക്കിസ്റ്റ് എന്നാണ്. ഇത് രണ്ടും കോൺഗ്രസിൻ്റെ നയങ്ങളുമായി ചേർന്ന് പോകുന്ന ഗുണങ്ങളല്ല. അരാജകവാദിക്ക് അന്തംകമ്മിയായിട്ടിരിക്കാനേ കഴിയുകയുള്ളൂ. ഈ വിഷയത്തിൽ അഭിലാഷ് മോഹൻ എന്നയാൾ ഇട്ട ഒരു പോസ്റ്റുണ്ട്. പണ്ട് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പദവി കൊടുക്കാത്തത് കൊണ്ട് വർഷങ്ങളോളം ഷാഫിയെ ചൊറിഞ്ഞു നടന്നയാളാണ് ഈ അനൂപ്. ഇന്ന് വരെ കോൺഗ്രസ്സിന് സ്വന്തം വാർഡിലോ പഞ്ചായത്തിലോ മണ്ഡലത്തിലോ ഒരു ഗുണവും ഉണ്ടാക്കാൻ പറ്റാത്തയാൾ. അനൂപ് മതപരമായ വിഷയങ്ങളിൽ ഇരട്ടത്താപ്പ് നിലപാടെടുത്തിട്ട് പാർട്ടിക്കെന്നും പണി ഉണ്ടാക്കി വയ്ക്കും. ചാനൽ ചർച്ചയ്ക്ക് വന്നാൽ കോൺഗ്രസിൻ്റെ നേതാക്കളെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളെ പറയുകയുള്ളൂ. പാർട്ടിയിൽ സ്ഥാനങ്ങൾ കിട്ടാത്തത് കൊണ്ട് പലതവണ ഇനി ഞാൻ ഈ പാർട്ടിയിലേക്കില്ലെന്ന് അപ്രഖ്യാപിത തീരുമാനമെടുത്ത് വീട്ടിലിരുന്ന പുള്ളിയാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം നടന്ന ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി എവിടെയും ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടില്ല പ്രചാരണത്തിന്. അപ്പോൾ തന്നെ അറിയാമല്ലോ ഇദ്ദേഹത്തിൻ്റെ മഹത്വം. കോൺഗ്രസിൽ തനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം വേണമെന്ന് മിനിമം ഒരു 10 പേരെ കൊണ്ട് പറയിപ്പിക്കാൻ പോലും കഴകത്തില്ലാത്ത നേതാവാണ് ഈ അനൂപ്. അവസാനം ഒരു വക്താവിൻ്റെ സ്ഥാനം കിട്ടിയപ്പോൾ ഉത്തരം ചുമക്കുന്നത് താനാണെന്ന് കരുതി ജീവിക്കുന്ന പല്ലിയെപ്പോലെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അനൂപന്മാർ ആർക്കു വേണ്ടി മോങ്ങിയാലും ഈ സർക്കാരിൻ്റെയോ സതീശൻ്റെയോ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല. KSUവിൻ്റെ പേരിൽ അനൂപ് ആർക്കു വേണ്ടിയാണ് ഇത്തരം പണികൾ ചെയ്യുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാം മനസ്സിലാകും. അഥവാ മനസ്സിലായില്ലെങ്കിൽ പിന്നെ അനൂപ് മാത്രമായിരിക്കണം കോൺഗ്രസിൽ അരിയാഹാരം കഴിക്കുന്നത്. KC വേണുഗോപാലിൻ്റെ മറ്റൊരു പെട്ടിതാങ്ങിയായ ജിൻഡോ ആണ് മൂക്ക് വിറപ്പിച്ച ഈ വിഷയത്തിൽ വെറുതെ കിടന്ന് തുള്ളുന്നത്. പുള്ളിയും മരക്കൊള്ളി ചാനലുകാരൻ്റെ മൈക്കിന് മുമ്പിൽ ചെന്ന് നിന്ന് അങ്ങ് അഭിപ്രായം പറയുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും ആശങ്കകളും ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള ഇടമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് കേരളത്തിലെ KSUക്കാർ വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ വിചാരിക്കുന്നു. ഇദ്ദേഹവും മിനിമം ഒരു MLA ആകാൻ കൊതിച്ചയാളാണ്. ഇപ്പോൾ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സതീശിനെതിരെ മുൻപും പോസ്റ്റിട്ട പ്രൊഫൈലുകളിൽ നിന്ന് തന്നെയാണ്. ഈ അലോഷ്യസ് സേബറും അനൂപും ജിൻഡോ ജോണുമൊക്കെ സുകുമാരൻ നായരുടെ മറ്റൊരു വകഭേദമായി മാറിയിരിക്കുകയാണ്. സതീശന് ചുറ്റും 10 ആൾ കൂടുന്നതും അദ്ദേഹം കൂടുതൽ ജനകീയനായിക്കൊണ്ടിരിക്കുന്നതും നിയമസഭയിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നതും മാധ്യമപ്രവർത്തകരെ നിലയ്ക്ക് നിർത്തുന്നതും ഒന്നും ഈ KC ഭക്തർക്ക് സൂഹിക്കുന്നില്ല. VD സതീശൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയ ശേഷവും KSU നേതാവ് അലോഷ്യസ് പരസ്യ വിമർശനം നടത്തുന്നത് മറ്റാരുടെയും പിന്തുണയില്ലാതെയാണെന്ന് സതീശൻ കരുതുന്നില്ല. ഈ കുട്ടി നേതാക്കളൊക്കെ ചാനലിൽ വന്നിരുന്ന് ചിലയ്ക്കുന്നത് കൊണ്ടാണ് ഇവിടെ വമ്പൻ വിജയമുണ്ടായതെന്ന് വെറുതെ ചിന്തിച്ചേക്കരുത്. യാതൊന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങളെപ്പോലെ നൂറുകണക്കിന് ആളുകൾ പിണറായി വിജയൻ എന്ന ജനശത്രുവിനെ വിമർശിച്ചതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടിയ ഈ വിജയം. അല്ലാതെ മേലറിഞ്ഞ് ചൊറിഞ്ഞിട്ടൊന്നുമല്ല. KSU ജലപീരങ്കിക്ക് മുമ്പിൽ നിന്ന് തേമ്പുന്നത് കണ്ട് ജനം വാരിക്കോരി നിങ്ങൾക്ക് തന്നതൊന്നുമല്ല ഈ ഭരണം. അന്തംകമ്മികളെക്കാൾ കൂടുതൽ ഭയക്കേണ്ടിയിരിക്കുന്നു സതീശൻ KC ഭക്തരെ. ഈ ഏറാൻമൂളികളെയും പെട്ടിതാങ്ങികളെയും വിലക്കെടുത്ത MLA-മാരെയും കൂട്ടുപിടിച്ച് സതീശൻ സർക്കാരിനെ അട്ടിമറിച്ച് പുതിയതൊന്നും ഉണ്ടാക്കാമെന്നാണ് സ്വപ്നത്തിലെങ്കിലും വേണുഗോപാൽ കരുതുന്നത് എങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ താങ്കൾക്ക് കിട്ടുന്ന പേര് പിണറായി പ്രയോഗിക്കുന്ന വാക്കുകളേക്കാൾ നികൃഷ്ടമായിരിക്കും. ഇനി പെരുന്നയിലിരിക്കുന്ന സുകുമാരൻ നായരുമായി ചേർന്ന് VD സതീശൻ സർക്കാരിനെതിരെ ഒരു വിമോചന സമരം നടത്താനുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അന്വേഷിക്കണം.